السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫ് റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അൽ മജ്ലിസ് സാനി, രണ്ടാമത്തെ മജ്ലിസിൽ വരുന്ന ചർച്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദ് ഔദാര്യവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ അവിടുന്ന് റമളാനിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന് തുടർച്ചയായി ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്ന കാര്യം, വഅലം അന്നൽ മുഅ്മിന യജ്തമിഉ ലഹു ഫീ ശഹ്രി റമളാന ജിഹാദാനി ലിനഫ്സിഹി. നീ മനസ്സിലാക്കണം, ഒരു മുഅ്മിൻ റമളാൻ മാസത്തിൽ രണ്ട് ജിഹാദുകൾ അവൻ്റെ നഫ്സിനോട് ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്വന്തത്തിനോട് രണ്ട് ജിഹാദുകൾ റമളാൻ മാസത്തിൽ ചെയ്യുന്നുണ്ട്. ജിഹാദുൻ ബിൻ നഹാരി അല സിയാം വ ജിഹാദുൻ ബിൽ ലൈലി അൽ ഖിയാം. പകലിൽ നോമ്പ് നോറ്റുകൊണ്ടുള്ള ജിഹാദും അതുപോലെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടുള്ള ജിഹാദും. ഫമൻ ജമഅ ബൈന ഹാദൈനിൽ ജിഹാദൈനി വവഫാ ബിഹുഖൂഖിഹിമാ വസബറ അലൈഹിമാ വുഫിയ അജ്റഹു ബിഗൈരി ഹിസാബിൻ. ആരാണോ ഈ രണ്ട് ജിഹാദുകൾ ഒരുമിപ്പിക്കുന്നത്, അഥവാ രാവും പകലും ഈ ജിഹാദിൽ ചെയ്യുന്നത്, വവഫാ ബിഹുഖൂഖിഹിമാ, അതിനുള്ള ഹക്കുകൾ വീട്ടിക്കൊണ്ട്, വസബറ അലൈഹിമ, അതിൽ ക്ഷമിച്ചുകൊണ്ടും, വുഫിയ അജ്റഹു ബിഗൈരി ഹിസാബ്, അവർക്കുള്ള പ്രതിഫലം നൽകപ്പെടും, ഒരു കണക്കില്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. വയശ്ഫഅനി ലഹു അയ്ളൻ ഇൻദല്ലാഹി അസ്സ വജൽ കമാ ഫിൽ മുസ്നദ്. അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ, ഖുർആൻ പാരായണവും രാത്രി നിസ്കാരവും, അവർക്ക് വേണ്ടി ശുപാർശ നടത്തും. മുസ്നദ് അഹ്മദിൽ വന്നിട്ടുള്ളതുപോലെ അൻ അബ്ദുല്ലാഹ് ഇബ്നു അംറിൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോമ്പും ഖുർആനും അടിമയ്ക്ക് വേണ്ടി നാളെ അന്ത്യനാളിൽ ശുപാർശ നടത്തും. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി മനഅ്തുഹു അത്ത്അാമ വശ്ശഹവാതി ബിന്നഹാരി ഫശഫ്ഫിഅനി ഫീഹി. റബ്ബേ, അവൻ പകലിൽ അവൻ്റെ ഭക്ഷണവും അവൻ്റെ ഇച്ഛകളുമെല്ലാം ഞാനാണ് തടഞ്ഞത് അവൻ്റെ മേൽ, അതുകൊണ്ട് എൻ്റെ ശുപാർശ അവൻ്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണം. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅ്തുഹു നൗമ ബില്ലൈലി ഫശഫ്ഫിഅനി ഫീഹി, അവൻ്റെ രാത്രിയിലെ ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട്, അഥവാ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രി നിസ്കരിച്ചുകൊണ്ടൊക്കെ. എൻ്റെ ശുപാർശ അവൻ്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണം. ഫൈശഫഅനി, അതെന്ത് ചെയ്യും, ഈ രണ്ട് ശുപാർശകളും സ്വീകരിക്കപ്പെടും. ഫസിയാമു യശ്ഫഉ ലിമൻ മനഅഹു അത്ത്അാമ വശ്ശഹവാതിൽ മുഹറമത കുല്ലഹാ. നോമ്പ് ഈ ഭക്ഷണവും ഇച്ഛകളുമെല്ലാം അതുപോലെ ഹറാമുകളെല്ലാം ഒഴിവാക്കിയ ഒരുവന് വേണ്ടി ശുപാർശ നടത്തും. സവാഉൻ കാന തഹ്രീമുഹാ യഖ്തസ്സു ബിസ്സിയാം, ആ ഒഴിവാക്കൽ നോമ്പ് കൊണ്ട് പ്രത്യേകമായിട്ടുള്ളതാണെങ്കിലും, കശഹവത്തി ത്വആമി വശ്ശറാബി അന്നിക്കാഹി വമുഖദ്ദിമാതിഹ, ഭക്ഷണം, പാനീയം, ഭാര്യാഭർത്തൃ ബന്ധം, അതുപോലുള്ള കാര്യങ്ങൾ നോമ്പ് കൊണ്ട് പ്രത്യേകമായി കൊണ്ട് ഒഴിവാക്കുന്നു. അതാണെങ്കിലും ഔലാ യഖ്തസ്സു ബിഹി, അല്ലെങ്കിൽ നോമ്പിനെ കൊണ്ട് പ്രത്യേകമാക്കാതെ പൊതുവായിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണത്? കശഹവത്തി ഫുദൂലിൽ കലാമിൽ മുഹറം, ഹറാമായ സംസാരങ്ങൾ സംസാരിക്കാനുള്ള താല്പര്യം, ഇച്ഛ, അത് അവൻ ഒഴിവാക്കുന്നു. വന്നദുറിൽ മുഹറം, ഹറാമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടം, അത് അവൻ ഒഴിവാക്കുന്നു. വസ്സമാഇൽ മുഹറം, ഹറാമായ കാര്യങ്ങൾ കേൾക്കുന്നത്. വൽ കസ്ബിൽ മുഹറം, ഹറാമായ സമ്പാദ്യം നേടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നവർക്ക് വേണ്ടിയും ഈ ശുപാർശകനായിട്ട് ആരുണ്ടാകും? നോമ്പുണ്ടാവും.
ഫൈദ മനഅഹു സിയാമു മിൻ ഹാദിഹിൽ മുഹറമാതി കുല്ലിഹാ, ഒരുവന്റെ നോമ്പ് ഈ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അവനെ തടയുകയാണ് എങ്കിൽ ഫഇന്നഹു യശ്ഫഉ ലഹു ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ആ നോമ്പ് അവന് വേണ്ടി അന്ത്യനാളിൽ ശുപാർശ നടത്തും. ഫയഖൂൽ, അവൻ പറയും, യാ റബ്ബി മനഅതുഹു ശഹ്വാതിഹി ഫശഫിഅനി ഫീഹി, ഞാനാണ് അവൻ്റെ ഇച്ഛകളെ തടഞ്ഞത്, അതുകൊണ്ട് എൻ്റെ ശുപാർശ അവന് വേണ്ടി സ്വീകരിക്കണം. വകദാലികൽ ഖുർആൻ, അതുപോലെ തന്നെ ഖുർആനും, ഇന്നമാ യശ്ഫഉ ലിമൻ മനഅഹു മിനൻ നൗമി ബില്ലൈൽ, ഖുർആൻ ആരുടെയാണോ രാത്രി ഉറക്കം കളഞ്ഞിട്ടുള്ളത്, അഥവാ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കാനും ഖുർആൻ പഠിക്കാനും ഓതാനും എല്ലാം ഉറക്കം ഒഴിവാക്കിയതാരാണോ അവന് വേണ്ടി ഖുർആൻ ശുപാർശ നടത്തും. ഫൈന്ന മൻ ഖറഅ അൽ ഖുർആന വഖാമ ബിഹി, ആരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്, അത് ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുന്നത്, ഫഖദ് ഖാമ ബിഹഖ്ഹിഹി ഫയശ്ഫഉ ലഹു, അവൻ ആ ഖുർആനോടുള്ള അവകാശം വിട്ടുകൊടുക്കാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവന് വേണ്ടി എന്താകും, ആ ശുപാർശ അവൻ ശുപാർശ ചെയ്യും, അങ്ങനെ ആ ശുപാർശ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു അസറിൽ കാണാം, യംബഗി ലിഖാരിഇൽ ഖുർആനി അൻ യുഅറഫ ബിലൈലിഹി ഇദ അന്നാസു യനാമൂൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ മൊത്തത്തിലാണ് ഉലമാക്കൾ പറയാറുള്ളത്. അഹ്ലുൽ ഖുർആൻ എന്നുള്ളത് ആമായിക്കൊണ്ട് പറയുകയാണെങ്കിൽ എല്ലാ മുസ്ലിമീങ്ങളും ഖുർആനിൻ്റെ ആളുകളാണ്. ഖാസ ആയിക്കൊണ്ട് ഖുർആൻ ഹിഫ്ളുള്ള ആളുകൾ, ഖുർആൻ പഠിക്കുന്ന ആളുകൾ, പഠിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവൻ മനസ്സിലാക്കണം, അവനെ അറിയപ്പെടണം, അവനെ അറിയപ്പെടുന്നവനാകണം. എങ്ങനെ? ബിലൈലിഹി ദന്നാസു യനാമൂൻ, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ അവൻ വ്യത്യസ്തനായിരിക്കണം. ഖുർആനിൻ്റെ ആളെന്തായിരിക്കണം? വ്യത്യസ്തനായിരിക്കണം, അവൻ നിന്ന് നിസ്കരിക്കുന്ന ആളായിരിക്കണം. വബിനഹാരിഹി ദന്നാസു യുഫ്തിറൂൻ, അവൻ പകലിൽ അറിയപ്പെടണം. എങ്ങനെ? ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ നോമ്പുകാരനായിക്കൊണ്ട് അറിയപ്പെടണം, ഐച്ഛികമായ നോമ്പുകൾ നോൽക്കുന്നവനാകണം. വബിബുക്കാഇഹി ദന്നാസു യദ്ഹഖൂൻ, ജനങ്ങൾ അശ്രദ്ധമായി കളിയിലും ചിരിയിലും തമാശയിലുമായി ചിരിക്കുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർത്തും പരലോകത്തിനെ ഓർത്തും കരയുന്നവനായിക്കൊണ്ട് അറിയപ്പെടണം. വബിവറഇഹി ഇദ അന്നാസു യുഖല്ലിതൂൻ, ജനങ്ങൾ ആളുകളുമായി കൂടിപ്പിണഞ്ഞ് അങ്ങനെ കമ്പനി കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അവൻ അവൻ്റെ വറവുമായിട്ട്, അഥവാ അവന് ഉപകരിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിക്കൊണ്ട് അവൻ അറിയപ്പെടണം. വബിസ്വംതിഹി ഇദ അന്നാസു യഖൂദൂൻ, ജനങ്ങൾ കളിയിലും തമാശയിലും അശ്രദ്ധയിലുമായിക്കൊണ്ട് മുഴുകുന്ന സമയത്ത് അവൻ്റെ കാര്യങ്ങൾ വളരെ നിശബ്ദതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരാളായിട്ട് അവൻ അറിയപ്പെടണം. വബിഖുശൂഇഹി ഇദ അന്നാസു യഖ്താലൂൻ, ജനങ്ങൾ പല ചിന്തയിലും അനാവശ്യമായുള്ള ഖയാലുകളിൽ മുഴുകിക്കൊണ്ട് അവനെ അത്ഭുതപ്പെടുത്തുന്ന ഓരോ ചിന്തയിലും മറ്റും കാര്യങ്ങളായിട്ടൊക്കെ മുഴുകിക്കൊണ്ട് അലസമായിരിക്കുന്ന അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള ഭയവും വിനയവും കൊണ്ട് അറിയപ്പെടുന്ന ആളായിരിക്കണം. വബിഹുസ്നിഹി ഇദ അന്നാസു യഫ്റഹൂൻ, ജനങ്ങൾ ദുനിയാവ് കൊണ്ട് സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന സമയത്ത് പരലോകത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് ദുഃഖിക്കുന്ന ആളായിക്കൊണ്ട് അറിയപ്പെടണം. അഥവാ യഥാർത്ഥ ഖുർആനിൻ്റെ ആളായി ജീവിക്കുന്ന, ഖുർആൻ അവൻ്റെ കിതാബായിക്കൊണ്ട്, അവൻ്റെ ദുസ്തൂറായിക്കൊണ്ട്, അവൻ്റെ പ്രമാണമായിക്കൊണ്ട്, അവൻ്റെ സ്വഭാവമായിക്കൊണ്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന കാര്യമായിക്കൊണ്ട് എല്ലാം മനസ്സിലാക്കുന്ന ഒരുവൻ യഥാർത്ഥ മുഅ്മിൻ ആയിരിക്കേണ്ട ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ആളാവുക എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ഖുർആനിൻ്റെ ആളുകൾക്ക് മറ്റുള്ള ആളുകളെ പോലെയല്ല, അവന് ചില പ്രത്യേകത വേണം, അവൻ വ്യത്യസ്തനായിരിക്കും. ഒരു കാഫിറുകളിൽ നിന്നൊരു മുസ്ലിം വ്യത്യസ്തനാകുന്നത് പോലെ, മുസ്ലിമീങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ വ്യത്യസ്തനാകുന്നത് പോലെ, മുഅ്മിനീങ്ങളിൽ ഖുർആനിൻ്റെ ആളുകൾ, അതിൻ്റെ ഹക്ക് വീട്ടിക്കൊടുക്കുന്ന ആളുകൾ വ്യത്യസ്തരായിരിക്കും. ഖാല ഉഹൈബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാ, സലഫുകളിൽപ്പെട്ട ഉഹൈബ് ഇബ്നു വറദ് റഹിമഹുല്ല പറയുകയാണ്, ഖീല ലിറജുലിൻ, ഒരിക്കൽ വ്യക്തിയോട് ചോദിക്കപ്പെട്ടു, അലാ തനാമു, നീ ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ഖാല, അത് ആ വ്യക്തി പറഞ്ഞത്, ഇന്ന അജായിബൽ ഖുർആനി അത്വർന നൗമി, ഈ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ ഉറക്കത്തെ ഒഴിവാക്കി തരുന്ന കാര്യമായിട്ട് ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. അഥവാ ഖുർആൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഖുർആനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല. വസഹിബ റജുലൻ ഷഹ്റൈൻ ഫലം യറഹു നാഇമൻ, സൽഫുകളിൽ ഒരാൾ മറ്റൊരാളോടൊപ്പം 2 മാസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ വ്യക്തി സുദീർഘമായി ഉറങ്ങുന്നതായിട്ട് കാണുന്നില്ല, അധികമായിട്ട് ഉറങ്ങുന്നത് കാണുന്നില്ല. ഫഖാല മാലി അറാക നാഇമൻ, അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങളെ ഞാനിങ്ങനെ നന്നായി ഉറങ്ങുന്ന ആളായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ, നിങ്ങൾ ഉറക്കം കുറവാണല്ലോ എന്ന് എനിക്ക് ചോദിച്ചു. ഖാല ഇന്ന അജായിബൽ ഖുർആനി അത്വർന നൗമി, അദ്ദേഹം പറഞ്ഞു, ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു. മാ അഖ്റുജു മിൻ ഉജൂബത്തിൻ ഇല്ലാ വഖത്ത് ഫി ഉഖ്റ,
എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അതിൻ്റെ ഒരു അത്ഭുതമായിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് അത് മാറിക്കഴിഞ്ഞാൽ, അതിൻ്റെ ചിന്ത വിട്ടുകഴിഞ്ഞാൽ അത് അടുത്ത് വരും. അപ്പോൾ ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങളും എന്നെ ചിന്തിപ്പിക്കുന്ന, അതിൻ്റെ അത്ഭുതം കൊണ്ട്, അത് പാരായണം ചെയ്യുന്നത് കൊണ്ട്, അതിനെ ചിന്തിക്കുന്നത് കൊണ്ട്, ഉറ്റാലോചിക്കുന്നത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അതിന് ഉറക്കം വരുന്നില്ല എന്ന നിലക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന് പറയുന്നത്. അതായത് ഖുർആനിൻ്റെ ആ അത്ഭുതം അത്രയും മഹത്തരമായിക്കൊണ്ട് ഉള്ള കാര്യമാണ്. ഖാല അഹ്മദ് ബിൻ അബിൽ ഹവാരി റഹിമഹുല്ലാ, സലഫുകളിൽപ്പെട്ട അഹ്മദ് ബിൻ അബിൽ ഹവാരി പറഞ്ഞ ഒരു വാക്ക്, ഇന്നി ലഅഖ്റഉൽ ഖുർആന വഅൻദുറു ഫീഹി ആയതൻ ആയ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ അതിൽ ഓരോ ആയത്തുകളും ഞാൻ ആലോചിക്കും, ഉറ്റാലോചിക്കും. ഫയഹീറു അഖ്ലി ബിഹാ, എൻ്റെ ചിന്ത മൊത്തം അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രമായിക്കൊണ്ട് അതിലേക്ക് വലിച്ചെടുക്കുന്ന അവസ്ഥയിൽ അതുമായി മുഴുകിയത് മാത്രമായി തീരും. വഅജബിൻ മിൻ ഹഫാദിൽ ഖുർആൻ കൈഫ യഹ്നീഹിമുൻ നൗം വയസ്ഉഹും അൻ യശ്തഗിലു ബിശൈഇൻ മിനദ് ദുനിയ വഹും യത്ലൂന കലാമല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഅജബിൻ മിൻ ഹഫാദിൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള, ഖുർആൻ ഹിഫ്ളാക്കിയിട്ട് ആളുകളെ ഞാൻ അത്ഭുതപ്പെടുന്നു. കൈഫ യഹ്നീഹിമുൻ നൗം, അവർക്ക് എങ്ങനെയാണ് ഉറക്കം, അവർക്ക് നല്ല സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകുന്നത്, എങ്ങനെയാണ് അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. വയസ്ഉഹും അൻ യശ്തഗിലു ബിശൈഇൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അതിൽ മുഴുകാനും അത് വലിയൊരു കാര്യമായിട്ട് എങ്ങനെയാണ് അവർക്ക് തോന്നുന്നത്. വഹും യത്ലൂന കലാമല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ, അഥവാ അത്രയും അത്ഭുതമായിട്ടുള്ള ഖുർആനിനെ ഉറ്റാലോചിക്കാതെ ചിന്തിക്കാതെ അതിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകാൻ എങ്ങനെയാണ് ഖുർആനിനെ ഖൽബിൽ ഹിഫ്ളാക്കിയിട്ട് ആളുകൾക്ക് സാധിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അമാ ഇന്നഹും ലൗ ഫഹിമു മാ യത്ലൂൻ, അവരെന്താണ് പാരായണം ചെയ്യുന്നത് എന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വഅറഫു ഹഖഹു, അതിൻ്റെ ഹക്ക്, അതിന് വീട്ടിക്കൊടുക്കേണ്ട അവകാശം എന്താണെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ, വതലദ്ദദൂ ബിഹി വസ്തഹ്ലൗ വൽ മുനാജാത ബിഹി, അവരത് ആസ്വദിക്കുമായിരുന്നു. അതുകൊണ്ടുള്ള മുനാജാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ടുള്ള സംസാരങ്ങളാണ്, അഥവാ അതുകൊണ്ടുള്ള രാത്രിയുള്ള നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഏറ്റവും മാധുര്യമുള്ളതായി തീരുമായിരുന്നു. ലദഹബ അൻഹുമുൻ നൗം ഫർഹൻ ബിമാ ഖദ് റുസിഖു, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള, അവർക്ക് റിസ്ഖായി നൽകപ്പെട്ട കാര്യത്തിനെക്കുറിച്ചുള്ള സന്തോഷത്താൽ അവരിൽ നിന്ന് ഉറക്കം പോകുമായിരുന്നു എന്ന് പറയുകയാണ്. അത് അത്രയും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് ഖുർആനിലുണ്ട്. ഖുർആനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനും നമ്മുടെ അമലുസ്സാലിഹാത്തുകളും നമ്മുടെ തഖ്വയുമെല്ലാം ഖുർആനിൻ്റെ ഫഹ്മിനെ വല്ലാതെ ബാധിക്കും. അത് ഖുർആൻ ഒന്നായിരിക്കും, പക്ഷെ അത് പാരായണം ചെയ്യുന്ന ആളുകൾ അവരുടെ ഈമാനും അവരുടെ തഖ്വയും അവരുടെ സിദ്ഖും ഇഖ്ലാസും എല്ലാം ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അവന് മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങളും ഇതൊന്നുമില്ലാതെ പാരായണം ചെയ്യുന്ന ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്നത് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഒരായത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാകില്ല ഒരു 10 വർഷത്തിന് ശേഷം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒരുപാട് പാഠങ്ങൾ ഇതുപോലെയുള്ള വ്യത്യസ്തത കൊണ്ട്, ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തത കൊണ്ട് ഖുർആനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും, ചിന്തിക്കാനുണ്ടാകും. അപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, ഹിഫ്ളാക്കുന്ന ആളുകൾ അത് കൂടുതൽ ഹക്ക് വിട്ട് കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. വാൻഷദ് ദുന്നൂൻ അൽ മിസ്രി, സൽഫകളിൽപ്പെട്ട വളരെയധികം സാഹിദായിരുന്ന വ്യക്തിയായിരുന്നു ദുന്നൂൻ അൽ മിസ്രി. അദ്ദേഹം പാടിയ ചില ബൈത്തുകൾ കൊടുക്കുകയാണ്. മന അൽ ഖുർആൻ ബിവഅദിഹി വവഈദിഹി, ഖുർആൻ അതിൻ്റെ വാഗ്ദാനങ്ങളും താക്കീതുകളും കൊണ്ട് തടയുന്നു. മുഖ്ലൽ ഒയൂനി ബിലൈലിഹാ ലാ തഹ്ജഉ, കണ്ണിൻ്റെ കൃഷ്ണമണികളെ രാത്രിയിൽ ഉറങ്ങാതെ വിടുന്ന അവസ്ഥയിലാക്കുന്നുവെന്ന്. അഥവാ ഖുർആൻ നാളെ പരലോകത്തെ സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും വിജയവുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. താക്കീതുകൾ നൽകിയിട്ടുണ്ട് നാളെ പരലോകത്ത് നരകവും അതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കണ്ണിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ, കണ്ണിൻ്റെ കൃഷ്ണമണികൾ ഉറങ്ങാതെ നിർത്തുന്നു. ഫഹിമു അനിൽ മലിക്കിൽ ജലീലി കലാമഹു ഫഹ്മൻ തദില്ലു ലഹു റിഖാബു വതഖ്ദഉ, മലിക്കും ജലീലുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തെ അവർ മനസ്സിലാക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ ആ മനസ്സിലാക്കൽ എങ്ങനെയാണത്? അത് അങ്ങേയറ്റത്തെ താഴ്മ നൽകുന്ന, വിധേയത്വം നൽകുന്ന, അള്ളാഹുവിന് മുമ്പിൽ ദില്ലത്തുണ്ടാക്കുന്ന രീതിയിൽ അവർ ആ വാക്കുകളെ മനസ്സിലാക്കുന്നു. നമുക്ക് ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് മറ്റുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യരാവട്ടെ, ജിന്നാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, മലക്കുകളാവട്ടെ, അങ്ങനെ അറിഞ്ഞും അറിയാത്തതുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്.
എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വന്ന് അള്ളാഹുലേക്ക് മടങ്ങുന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെ അത്ഭുതം, ആ ഖുർആനിൻ്റെ ബറക്കത്ത്, നമ്മെ അള്ളാഹുലേക്ക് എത്തിക്കുന്ന, അള്ളാഹു നമ്മിലേക്ക് നീട്ടിയിട്ടിട്ടുള്ള ഹബിലുല്ലാ, അള്ളാഹുവിൻ്റെ ഹബിലാണ് ഖുർആൻ എന്നുള്ളത്. അതിൻ്റെ അത്ഭുതം ഒരിക്കലും അവസാനിക്കുകയില്ല. അത് നമുക്ക് മനസ്സിലായത് എത്രമാത്രമാണെന്ന് മാത്രം. അതിലൊരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കാനും അറിയാനും എല്ലാമുണ്ട്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഷിഫ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന ഫുർഖാനാണ് ഖുർആൻ. അതുപോലെ തന്നെ ധാരാളം ഒരുപാട് ഖൈറുകൾ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖുർആനോടുള്ള ഹക്ക് വീട്ടിൽ കൊടുക്കുന്നവർക്ക് നാളെ ശുപാർശ ചെയ്യും. എന്നിട്ട് പറയാണ്, ഫഅമ്മാ മൻ കാന മഅഹുൽ ഖുർആൻ ഫനാമ അൻഹു ബില്ലൈൽ വലം യഅമൽ ബിഹി ബിന്നഹാർ. ഇനി ഒരുവൻ, അവന് ഖുർആൻ അറിയാം, ഖുർആൻ ഹിഫ്ളുള്ളവൻ പ്രത്യേകിച്ചും, അതല്ലാതെ ഖുർആനെ കുറിച്ച് അറിവുള്ളവനും, അവൻ ആ ഖുർആൻ കൊണ്ട് രാത്രി നിന്ന് നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ഖുർആനോടുള്ള ഹക്ക് വീട്ടുന്നില്ല, പകലിൽ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഫൈനഹു യൻതസിബുൽ ഖുർആനു ഖസ്മൻ ലഹു, ഖുർആൻ നാളെ അവനെതിരായിക്കൊണ്ട് നിൽക്കും, അവനെതിരെ വാദിക്കാനായിട്ട് ഖുർആൻ ഉണ്ടാകും. യുതാലിബുഹു ബിഹുഖൂഖിഹി അല്ലതി ളയ്യഅഹ, അവൻ പാഴാക്കിയ ആ ഖുർആനിൻ്റെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് പരലോകത്ത് അവൻ ഖുർആനെതിരായി തീരും. അഥവാ മുഅ്മിനീങ്ങൾക്ക് ഖുർആനോടുള്ള ഹക്ക് വീട്ടിയിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ എന്തായിരിക്കും? ഖുർആൻ നാളെ ശുപാർശകനായിരിക്കും. എന്നാൽ ഖുർആനോടുള്ള ഹക്ക് വീട്ടാത്ത ആൾക്കോ ഖുർആൻ നാളെ എതിരായി നിൽക്കും. ആ ഖുർആനോടുള്ള ഹക്ക് ചോദിക്കുന്ന അവസ്ഥയിൽ വഖറജൽ ഇമാം അഹ്മദ് ബിൻ ഹദീസ് സമുറ, ഇമാം അഹ്മദ് സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വന്ന് കാണാം. സുദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വപ്നം കണ്ടത് അത് ഖബറിലെ ശിക്ഷയാണ് എന്നും ചില റിവായത്തുകളിലൂടെ ഉലമാക്കൾ വിശദീകരിച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വപ്നം കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അധിക സമയങ്ങളിലും ഫജ്റിന് ശേഷം സഹാബികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ചോദിച്ചപ്പോൾ ആരും സ്വപ്നം കണ്ടതായി പറഞ്ഞില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞൊരു വലിയ ഹദീസ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഫി മനാമിഹി റജുലൻ മുസ്തൽഖിയൻ അലാ ഖഫാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയുണ്ടായ ഒരു വ്യക്തി, ഒരാൾ അവനവൻ്റെ പെരടിയിലായിക്കൊണ്ട് ചാരി കിടക്കുന്ന അവസ്ഥയിലാണ്. വറജുലുൻ ഖായിമുൻ ബിയദിഹി ഫഹ്റുൻ ഔ സഖ്റത്തുൻ, അതിൻ്റെ അടുത്തൊരാൾ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു കല്ലോ വലിയൊരു പാറയുണ്ട്. ഫയഷ്ദഖു ബിഹി റഅസഹു ഫയതദ്ഹദഹു അൽ ഹജറു, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? യതദ്ഹദഹു അൽ ഹജറു, അവൻ ഫയഷ്ദഖു ബിഹി റഅസഹു, അവൻ എന്ത് ചെയ്യാണ്? ആ കല്ല് പിന്നെ എടുത്തിട്ട് ഈ ചാരി കിടക്കുന്നവൻ്റെ തലയിലിടുകയാണ്. ഫയതദ്ഹദഹു അൽ ഹജറു, ആ കല്ല് വീണ് കഴിഞ്ഞ് അവൻ്റെ തലയിൽ വീണ് കഴിഞ്ഞ് ഉരുണ്ട് താഴേക്ക് പോകുന്നുണ്ട്. ഫൈദ ദഹബ ലിയഖുദഹു, ആ കല്ല് വീഴുമ്പോൾ എന്താവുന്നുണ്ട്? ഇവൻ്റെ തല പൊട്ടി തകർന്നു പോവുകയാണ്, അവൻ്റെ തല തകർന്നു പോകുന്നുണ്ട്. യഷ്ദഹു, തകർന്നു പോവുകയാണ്. ഫൈദ ദഹബ ലിയഖുദഹു, അങ്ങനെ ആ എടുത്ത് നിൽക്കുന്ന ആള് ആ വീണ് പോയ കല്ലെടുക്കാൻ വേണ്ടി പോകും. അവൻ്റെ തല എന്താകും? പഴയ പോലെയാകും. ഇവൻ തിരിച്ചു വരുമ്പോഴേക്കും അവൻ്റെ തല പഴയ പോലെ ആവുകയും ചെയ്യും. ഫസ്വന, ഇവനെ കൊണ്ട് വീണ്ടും അങ്ങനെ ഫസനഅ ബിഹി മിസ്ല ദാലിക്, വീണ്ടും ആ കല്ല് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ തലയിൽ വീണ്ടും ഇടും. ഫസഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെപ്പറ്റി ചോദിച്ചു. ഫഖീല ലഹു, അപ്പോൾ അവനോട് പറയപ്പെട്ടു, ഹാദാ റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ ഫനാമ അൻഹു ബില്ലൈൽ വലം യഅമൽ ബിഹി ബിന്നഹാർ. ഈ വ്യക്തി അഥവാ ഈ കടന്ന കല്ല് ഇവൻ്റെ തലക്കിട്ടല്ലോ, ആ വ്യക്തി എന്നുള്ളത് ഖുർആൻ നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. ആ ഖുർആൻ അറിവുള്ള, ഖുർആൻ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. ഫനാമ അൻഹു ബില്ലൈൽ, അവൻ ആ ഖുർആൻ പാരായണം ചെയ്യാതെ അവൻ രാത്രിയിൽ കിടന്നുറങ്ങി. വലം യഅമൽ ബിഹി ബിന്നഹാർ, അവൻ പകലിൽ അതുകൊണ്ട് കർമ്മം ചെയ്തുമില്ല. ഫഹുവ യഫ്അലു ബിഹി ദാലിക ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവൻ അങ്ങനെയായിരുന്നു. ഖുർആൻ പഠിക്കാനുള്ള അവസരവും തൗഫീഖൊക്കെ നൽകിയിട്ടും അവൻ അങ്ങനെയായിരുന്നു. ഖദ് ഖറജഹുൽ ബുഖാരി, അങ്ങനെയല്ല, ഫഹുവ യഫ്അലു ബിഹി ദാലിക ഇലാ യൗമിൽ ഖിയാമ, ഈ കല്ലെടുത്ത് എറിയുന്നതല്ലോ തലേക്ക്, അത് അന്ത്യനാൾ വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഖബറിലെ ശിക്ഷയാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത് അന്ത്യനാൾ വരെ ഈ ശിക്ഷ ഖബറിൽ അവന് ഇതുപോലെ ലഭിച്ചുകൊണ്ടേയിരിക്കും. വഖദ് ഖറജഹുൽ ബുഖാരി ബിഗൈരി ഹാദൽ ലഫ്ള്, ഇമാം ബുഖാരി ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ വേറെ വാചകങ്ങളിൽ ഈ ഒരു സംഭവം വരുന്നുണ്ട്. എന്തായാലും ശിക്ഷകളുടെ ഒരു ഇനം, ഖുർആനിനെ പാഴാക്കിയ
ഖുർആൻ കൊണ്ട് നിസ്കരിക്കാത്ത, അതുകൊണ്ട് അമല് ചെയ്യാത്ത ആളുകൾക്കുള്ള ശിക്ഷയുടെ ഒരു ഇനമായിട്ട് ഈ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, യാ മൻ ضيع عمره في غير الطاعة, അള്ളാഹുവിനുള്ള അനുസരണത്തിലല്ലാതെ ആയുസ് പാഴാക്കിയവനെ, യാ മൻ ഫറത ഫീ ഷഹ്രിഹി ഫൽ ഫീ ദഹ്രിഹി വഅദാഅഹു, ഈ മാസത്തിലും ഈ റമളാനിലും അതല്ല എല്ലാ കാലത്തും ഈ അതിര് കവിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കടമകൾ വീട്ടാതെ നഷ്ടപ്പെടുത്തിയവനെ, യാമൻ ബിവാഅത്ഹു തസ്വീഫ് വത്തഫ്രീതു ബിഅസത്തിൽ ബിവാഅ, വൈകിപ്പിക്കൽ, തസ്വീഫ് പറഞ്ഞാൽ നാളെ ചെയ്യാമെന്നുള്ള നിലക്ക് കാര്യങ്ങൾ വൈകിപ്പിക്കുകയും അതുപോലെ കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ചെയ്യാതെ വിട്ടുകൊടുക്കുന്നവനും ചെയ്യാത്തിരുന്നവനോ ആയിട്ടുള്ളവനെ എന്ത് മോശമായ ചരക്കാണ് നിന്റെ കയ്യിലുള്ളത്. യാമൻ ജഅല ഖസമഹുൽ ഖുർആന വശഹറ റമളാന കൈഫ തർജു മിമ്മൻ ജഅൽതഹു ഖസമക ശഫാഅ, ഖുർആനും റമളാൻ മാസവും എല്ലാം നിനക്കെതിരായി പറയുന്നവനെ എന്താണ് നിന്റെ അവസ്ഥ? ശുപാർശകനെ നീ എന്താക്കി തീർത്തു? നിനക്കെതിരായി സംസാരിക്കുന്നവനാക്കി തീർത്തു. അഥവാ ഖുർആനും റമളാനും അല്ലെങ്കിൽ ഈ റമളാനിലെ അമലുകളൊക്കെ യഥാർത്ഥത്തിൽ എന്താവേണ്ടതാണ്? അവന് ശുപാർശകനാവേണ്ടതാണ്. ആ ശുപാർശകൻ തന്നെ അവനെതിരായി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയും. അപ്പം അങ്ങനെ ആക്കിയവനെ, അഥവാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതെ വിട്ടുകളഞ്ഞവനെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. എന്നൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്, വൈലുൽ ലിമൻ ശുഫആഹു ഖുസ്മാഉഹു വസ്സൂറു ഫീ യൗമിൽ ഖിയാമ യുൻഫഖു, ശുപാർശകർ അവർക്കെതിരായി ആയവൻ എന്തൊരു നാശമാണ്, അന്ത്യനാളിൽ കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. റുബ്ബ സായിമിൻ ഹബ്ബുഹു മിൻ സിയാമിഹി അൽ ജൂഅ വൽ അതശ് വഖായിമിൻ ഹബ്ബുഹു മിൻ ഖിയാമിഹി സഹർ. എന്നിട്ട് പറയുകയാണ്, എത്ര നോമ്പുകാരാണ്. ആ വിഷയം കഴിഞ്ഞ് വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട നിലക്ക് പറയുകയാണ്, എത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പ് എന്നുള്ളത് വെറും പട്ടിണിയും ദാഹവും മാത്രമാണ്. എത്ര രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ്, അവരുടെ രാത്രി നിസ്കാരം എന്നുള്ളത് ഉറക്കമൊഴിച്ചു എന്നത് മാത്രമാണ്. കുല്ലു ഖിയാമിൻ ലാ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഏതൊരു നിസ്കാരാവട്ടെ, ഫർളാവട്ടെ നഫ്ലാവട്ടെ രാത്രി നിസ്കാരാവട്ടെ, മ്ലേച്ഛതകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും എല്ലാം അത് ഒഴിവാകുന്നില്ല, അവനെ തടയുന്നില്ല എങ്കിൽ ലാ യസീദു സാഹിബഹു ഇല്ലാ ബുഅദൻ, ആ നിസ്കാരത്തിൻ്റെ ആൾക്ക് അകൽച്ചയല്ലാതെ, അള്ളാഹുവിൽ നിന്നും ദീനിൽ നിന്നും അകൽച്ചയല്ലാതെ ഒന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ, വകുല്ലു സായിമിൻ ലാ യുസാനു അൻ ഖൗലി സൂരി വൽ അമലി ബിഹി, ഏത് നോമ്പുകാരനും ആ നോമ്പ് കൊണ്ട് കള്ളവർത്താനങ്ങളിൽ നിന്നും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം അവനെ തടയുന്നില്ല എങ്കിൽ, ലാ യൂരിസു സാഹിബഹു ഇല്ലാ മഖ്തൻ വറദ്ദ, ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ കോപവും ആ കർമ്മങ്ങൾ തള്ളപ്പെടുന്ന അവസ്ഥയുമല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത്. അഥവാ ഈ ഏതൊരു ഇബാദത്താണെങ്കിലും അതിൻ്റെ അസറുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു ഷക്കൂറാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ ഷക്കൂർ എന്നുള്ള നാമത്തെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ്. ഏതൊരു കർമ്മം ചെയ്താലും അതിൻ്റെ ആ കർമ്മം അള്ളാഹു സ്വീകരിക്കുന്ന നിലക്കായിട്ടുണ്ട് എങ്കിൽ അതിന് നന്ദി എന്നോണം അള്ളാഹു തആല ഖൽബിലൊരു സമാധാനവും ഒരു ആശ്വാസവും ഒരു സന്തോഷവും തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണവും എല്ലാം അള്ളാഹു തആല നൽകും. അത് അള്ളാഹു ഷക്കൂർ ആയതുകൊണ്ടുള്ളതാണ്. അതുണ്ടാകുന്നില്ല എങ്കിൽ അവൻ്റെ അമലിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ ആ കർമ്മങ്ങൾ നേരാവണ്ണമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ഖൗമി, എന്നിട്ട് ഇബ്നു റജബ് പറയുകയാണ്, ഈ കൂട്ടരെ, ഐന ആസാറു സിയാം, എവിടെ നോമ്പിൻ്റെ അനന്തരഫലങ്ങൾ, നോമ്പിൻ്റെ സ്വാധീനം എവിടെ, ഐന അൻവാറുൽ ഖിയാം, എവിടെ രാത്രി നിസ്കാരത്തിൻ്റെ പ്രകാശങ്ങൾ, നിസ്കാരത്തിൻ്റെ പ്രകാശം എവിടെ, നോമ്പിൻ്റെ അനന്തരഫലങ്ങളും നോമ്പിൻ്റെ സ്വാധീനവും നമ്മുടെ ജീവിതത്തിൽ എവിടെയെന്ന്. അഥവാ ഈ ഇബാദത്തുകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണം. കേവലം ബാഹ്യമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കലോ അല്ലെങ്കിൽ ഉറക്കം ഒഴിവാക്കലോ അല്ല ഉണ്ടാകേണ്ടത്. അതിനനുസരിച്ചുള്ള അനന്തര ഫലങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹാദാ ഇബാദുല്ലാഹ്, എന്നിട്ട് ഇബ്നു റജബ് പറയാണ്, അള്ളാഹുവിൻ്റെ അടിമകളെ, ഷഹ്റു റമളാൻ, ഇത് ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം, വഫീ ബഖിയ്യതിഹി ലിൽ ആബിദീന മുസ്തംതഇൻ, ഈ മാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് ഏറ്റവും ആസ്വാദനമായിട്ട് കാര്യങ്ങൾ നേടാനുള്ളതാണ്. വഹാദ കിതാബുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ കിതാബാണ്. യുത്ലാ ഫീഹി ബൈന അദ്ഹുരികും വയുസ്തമിഅ, ഇതായി റമളാനിൽ നിങ്ങളുടെ അടുക്കൽ ആ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു, നിങ്ങൾ കേൾപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. വഹുവൽ ഖുർആനുല്ലദീ ലൗ ഉൻസില അലാ ജബലിൻ, ഈ ഖുർആൻ എന്നുള്ളത് അതെങ്ങാൻ ഒരു പർവ്വതത്തിൻ്റെ മേൽ ലറഅയ്തഹു ഖാശിഅൻ യതസദ്ദഉ, ഈ നിങ്ങൾ കാണും ഈ ഒരു ഖുർആൻ പൊട്ടിത്തകരുന്ന അവസ്ഥയിൽ നിങ്ങൾ തകർന്നു പോകുന്നത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും.
ومع هذا فلا قلب يخشه ولا عين تدمع ولا صيام يصان عن الحرام فينفع ولا قيام استقام فيرجى في صاحبه أن يشفع എന്നിട്ട് പറയാണ് ഈ ഖുർആൻ ഇത്ര ഇതായിരിക്കെ ഫലാ ഖൽബുൻ യഖ്ഷ, ഒരു കൽബുമില്ല ഭയപ്പെടാത്ത അവസ്ഥയിൽ, വലാ ഐനുൻ തദ്മഉ, ഒരു കണ്ണുമില്ല കണ്ണീര് പൊഴിക്കാത്ത അവസ്ഥയിൽ, വലാ സിയാമുൻ യുസാനു അനിൽ ഹറാം, ഒരു നോമ്പുമില്ല ഈ നോമ്പുകാരനെ ഹറാമിൽ നിന്ന് തടയാത്ത അവസ്ഥയിൽ, ഫയൻഫഉ, അത് ഉപകരിക്കുന്ന അവസ്ഥ, വലാ ഖിയാമുൻ ഇസ്തഖാമ ഫയുർജാ ഫി സാഹിബിഹി അൻ യശ്ഫഅ, അതുപോലെ തന്നെ രാത്രി നിസ്കാരം അവൻ പ്രതീക്ഷിക്കുന്നു അത് അവന് ശുപാർശകനായി തീരുമെന്ന്. ഖുലൂബുൻ ഖലത് മിനത് തഖ്വ ഫഹിയ ഖറാബുൻ ബൽഖ, കൽബുകൾ തഖ്വയിൽ നിന്ന് ഒഴിവായിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള അമലുകൾ ഈ നേരത്തുള്ള അനന്തരഫലങ്ങൾ ഉണ്ടാക്കും, എന്നിട്ടും ഇതൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഖുലൂബുൻ ഖലത് മിനത് തഖ്വ, തഖ്വയിൽ നിന്ന് ഒഴിവായിട്ടുള്ള കൽബുകളാണ് ഫഹിയ ഖറാബുൻ ബൽഖ, അത് നശിച്ചുകൊണ്ടായിട്ടുള്ള കേട് വന്നു പോയ അവസ്ഥയിലാണ്. വതറാകമത് അലൈഹാ ദുൽമത്തു ദുനൂബി ഫഹിയ ലാ തുബ്സിർ വലാ തസ്മഉ, ആ കൽബിൻ്റെ മേലെ പാപങ്ങൾ അട്ടിപ്പേറി കിടക്കുകയാണ്, പാപങ്ങൾ അത്രത്തോളം അട്ടിപ്പേറി കിടക്കുകയാണ്. ലാ തുബ്സിർ വലാ തസ്മഉ, അത് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല. അഥവാ ഇങ്ങനെയുള്ള ഈ ഖുർആൻ കൊണ്ട് ഈ മാസത്തിൽ ഏതൊരു കൽബും ഭയപ്പെടുന്ന, കണ്ണീര് പൊയ്ക്കുന്ന, ഹറാമുകൾ ഒഴിവാകുന്ന, രാത്രി നിസ്കാരം അവന് ശുപാർശനാകുന്ന നിലക്കാകുന്ന ഒരവസ്ഥയിലാകണം. എന്നിട്ടും ഇതൊന്നും കിട്ടുന്നില്ല എങ്കിൽ പാപങ്ങളാൽ ആ കൽബിൽ അതിൻ്റെ അടയാളങ്ങൾ അട്ടിപ്പേറിയത് കൊണ്ടും നശിച്ചു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നിട്ട് പറയാണ്. കം തുത്ല അലൈന ആയാത്തുൽ ഖുർആനി വഖുലൂബുനാ കൽ ഹിജാറതി വശദ്ദു ഖസ്വ, എത്ര ആയത്തുകളാണ് നമ്മുടെ മേലെ പാരായണം ചെയ്യപ്പെടുന്നത്, പക്ഷേ നമ്മുടെ കൽബുകൾ കല്ല് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കാഠിന്യമായ അവസ്ഥയിലായിരിക്കുന്നു. വകം യതവാല അലൈന ഷഹ്റു റമളാൻ, എത്ര റമളാൻ ഇതാ നമ്മളിൽ വന്നു പോകുന്നു, നമ്മൾ വരുന്നു. വഹാലുന ഫീഹി കഹാലി അഹ്ലി ശിഖ്വ, നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യമായ ആളുകളുടെ അവസ്ഥ പോലെയാണ്. ലാ അശ്ശാബു മിന്നാ യൻതഹി അനിസ്വബ്വ, ഒരു ചെറുപ്പക്കാരനുമില്ല അവൻ്റെ ഇച്ഛകളെ, അവൻ്റെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ എല്ലാം അവസാനിപ്പിക്കുന്ന അവസ്ഥയിൽ. വലശൈഖു യൻസജിറു അനിൽ ഖബീഹി ഫയൽതഹിഖു ബിസ്സഫ്വ, ഒരു പ്രായമായ ആളുമില്ല മേച്ചമായ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ആകുന്നതായിട്ട്. അഥവാ ഈ ഖുർആൻ കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാത്ത ആളുകളാണ് നമ്മൾ എന്ന നിലക്ക് നമ്മുടെ അവസ്ഥയെ പറ്റി പറയാണ്. ആ ഖുർആൻ കൊണ്ട് എങ്ങനെ മാറേണ്ടതാണ്, പക്ഷെ നമ്മളിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന്. എന്നിട്ട് പറയാണ്, ഐന നഹ്നു മിൻ ഖൗമിൻ ഇദാ സമിഉ ദാഇ അല്ലാഹ് അജാബു ദഅവ, നമ്മളും ഒരു കൂട്ടരും തമ്മിൽ എന്താണ് അവസ്ഥ? ആ കൂട്ടർ അള്ളാഹുവിൻ്റെ വിളി കേൾക്കുമ്പോൾ അവരതിന് ഉത്തരം ചെയ്യുന്നു. ഖുർആനിലെ ആയത്തിൻ്റെ ആശയമാണ്. വൈദാ തുലിയത് അലൈഹിം ആയാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവരുടെ മേലെ പാരായണം ചെയ്യപ്പെട്ടാൽ ജലത് ഖുലൂബഹും ജൽവ, അവരുടെ കൽബ് വജിലത്തുണ്ടാകുന്നു, വിറക്കുന്നു, ഭയപ്പെടുന്നു. വൈദാ സ്വാമു സ്വാമത് മിൻഹുമുൽ അൽസിനത്ത് വൽ അസ്മാഉ വൽ അബ്സാർ, അവർ നോമ്പ് നോൽക്കുകയാണെങ്കിലോ അവരുടെ നാവും അവരുടെ കേൾവിയും അവരുടെ കാഴ്ചയും എല്ലാം നോമ്പ് നോൽക്കുന്നു. അഫമാലന ഫീഹിം ഉസ്വ, നമുക്ക് അവരിൽ മാതൃകയില്ലേ? അഥവാ സലഫുകളെല്ലാം ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയാൻ, നമുക്ക് അവരിൽ മാതൃകയില്ലേ? കംബൈനന വബൈന ഹാലി അഹ്ലി സ്വഫ, നമ്മളും ആ നന്മയേറിയ പരിശുദ്ധരായ ആളുകളും തമ്മിൽ എത്ര അകൽച്ചയാണുള്ളത്. അബ്അദു മിമ്മ ബൈനന വബൈന സ്വഫ വൽ മർവ, സ്വഫയും മർവയും തമ്മിലുള്ള അകൽച്ച പോലെ അത്രയും അകൽച്ച നമ്മളും പിന്നെ തസ്ഫിയത്ത് നേടിയ, ശുദ്ധീകരണം നേടിയ ആളുകൾ തമ്മിൽ എത്ര ദൂരമാണുള്ളത്. അപ്പോൾ നമുക്കൊരു മാറ്റം ഈ ഖുർആൻ കൊണ്ടും ഈ നോമ്പ് കൊണ്ടും രാത്രി നിസ്കാരം കൊണ്ടും എല്ലാം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇബ്രാഹിം ഹംബലി റഹിമഹുല്ലാ പറഞ്ഞു, കുല്ലമാ ഹസ്നത് മിന്നൽ അഖ്വാലു സഅത്തിൽ അഅ്മാൽ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വാക്കുകൾ നന്നാകും തോറും നമ്മുടെ കർമ്മങ്ങൾ മോശമായി തീരുന്നു. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് പറയണം. അഥവാ നമ്മൾ വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല വാക്കുകൾ പറയുന്നു, പക്ഷെ കർമ്മങ്ങളുടെ ഭാഗത്ത് അത് മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫസ്ല് അവസാനിപ്പിക്കുകയാണ്. അവസാനം ചില ബൈത്തുകൾ കൊടുത്തിട്ട്, യാ നഫ്സു ഫാസ സ്വാലിഹൂന ബിത്തുഖാ വഅബ്സറുൽ ഹഖ വഖൽബി ഖദ് അമിയ, എൻ്റെ മനസ്സേ, നഫ്സേ, സ്വാലിഹീങ്ങൾ അതാ വിജയിച്ചിരിക്കുന്നു അവരെ തഖ്വ കൊണ്ട്, അവർ ഹക്കിനെ അവർ കണ്ട് മനസ്സിലാക്കി, എൻ്റെ കൽബിന് ഇപ്പോഴും അന്ധതയാണല്ലോ. യാ ഹുസ്നഹും വല്ലൈലു ഖദ് ജന്നഹും വനൂറുഹും യഫൂഖു നൂറൽ അൻജും,
അവരുടെ നന്മ എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ഇരുട്ടാകുന്ന സമയത്ത് അവരുടെ പ്രകാശങ്ങൾ നക്ഷത്രങ്ങളെക്കാൾ പ്രകാശിച്ചിരുന്നു. അഥവാ അവർ രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകളായിരുന്നു. തറന്നമു ബിദ്ദിക്രി ഫീ ലൈലിഹിം ഫഐശുഹും ഖദ് താവ ബിത്തറന്നും. അവർ മുഴുകിക്കൊണ്ടിരുന്നു, രാത്രിയിൽ അള്ളാഹുവിൻ്റെ ദിക്റിനെ കൊണ്ട് മുഴുകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിനാൽ അവരുടെ ജീവിതം ഏറ്റവും വിശിഷ്ടമായി. ഖുലൂബുഹും ലിദ്ദിക്രി ഖദ് തഫറഖത് ദുമൂഉഹും കലുഉലുഇൻ മുൻതദിം. അവരുടെ ഖൽബ് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി ഒഴിവായി നിന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിയുന്നത് പവിഴമുത്തുകൾ പൊഴിയുന്നത് പോലെയായിരുന്നു, തിളങ്ങുന്ന. അസ്ഹാറുഹും ബിഹിം ലഹും ഖദ് അഷ്റഖത് വഖലഉൽ ഗുഫ്രാനി ഖൈറുൽ ഖിസം. അവരുടെ സഹറുകൾ, അസ്ഹാർ അഥവാ ഫജ്റിന് മുമ്പുള്ള സമയം, അത് വെട്ടി തിളങ്ങുന്ന പ്രകാശിക്കുന്ന ഒന്നായിരുന്നു. അവർക്ക് വീതിച്ച് കിട്ടിയത് ഏറ്റവും ഉത്തമമായത് പാപമോചനമായിരുന്നു. അഥവാ അവർ ആ സമയത്ത് ഇസ്തിഗ്ഫാർ തേടിയിരുന്ന ആളുകളായിരുന്നു. വൈഹകി യാ നഫ്സു അലാ തയഖുദുൻ വയൻഫഉ ഖബ്ല അൻ തസില്ല ഖദമി. എൻ്റെ നഫ്സേ, നിനക്ക് നാശം, നിനക്ക് സമയമായില്ലേ ഉണരാൻ, ഉപകരിക്കുന്ന രീതിയിൽ മരണത്തിന് മുമ്പ് പ്രവർത്തിക്കാൻ. തസില്ല ഖദമി പറഞ്ഞാൽ കാല് തെറ്റുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കാൻ സമയമായില്ലേ. മളദ് സമാനു ഫീ തവാനിൻ വഹവ ഫസ്തദ്രികി മാ ഖദ് ബഖിയ വഖ്തനിമി. ഇതാ കാലം അശ്രദ്ധയിലും നിന്റെ ഇച്ഛയിലുമായിക്കൊണ്ട് ഒരു കാര്യവുമില്ലാതെ കഴിഞ്ഞു പോയി. ഇനി ഇതാ ബാക്കിയുള്ള സമയം നീ ഉപയോഗിക്കുക, നീ അതിൻ്റെ ഉപകാരം നേടിയെടുക്കുക എന്ന് പറയാണ്. അഥവാ സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച് മുന്നേറുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആകത്തുക. അപ്പോൾ ഈ ഒരു ഫസ്ല് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത മജ്ലിസായി കൊടുക്കുന്നത് ഫീ ദിക്രിൽ അശ്റിൽ ഔസത്ത് മിൻ ഷഹ്രി റമളാൻ വ ദിക്രി നിസ്ഫി ഷഹ്രിൽ അഖീർ. റമളാനിലെ അവസാനത്തെ 10 ദിവസം, അതുപോലെ തന്നെ റമളാനിൻ്റെ അവസാന പകുതി എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. അതിൽ എഅ്തികാഫിലേക്ക് ബന്ധപ്പെട്ട് ഒരു ആമുഖമുണ്ട്. പിന്നെ അവസാനത്തെ 10 കൂടുതൽ. പിന്നെ ബദറുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ചില പരാമർശങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ദിവസങ്ങളിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.